മെന്റലിസ്റ്റിനകത്ത് മെന്റലിസ്റ്റിനകത്ത് പ്രൊഡക്ഷൻസിലുള്ള ചില ആൾക്കാർ പ്യൂർലി മെന്റലിസ്റ്റ് എന്തോ ഷോ തന്നെയാണ് അല്ലേ? അതെന്താടാ അല്ല ലൈക്ക് നമ്മളെ സീക്രട്ട് ലെറ്റർ ഷോയിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ആർട്ട് ഡയറക്ടറാണ് നമ്മളോടത്ത് അടുത്ത് സംവദിക്കാനിരിക്കുന്നത്. അപ്പോൾ മന്തി കിട്ടുമല്ലോ. അന്ന് കണ്ട ആ ഒരു വലിയ ഡ്രീം ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മൊമെന്റോ മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മളെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ പോലെ സീക്രട്ട് ലെറ്ററിന്റെ ഇപ്പൊ ബുക്കിംഗ് സ്റ്റാറ്റസും എങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത്? നമ്മൾ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് അനന്ത് നമ്മളോട് നിന്നിട്ട് ഒരു ഇൻസിഡന്റ് നടക്കാൻ പോകുന്നെന്ന് പറയും. അപ്പം നടക്കില്ലെങ്കിലും അത് കുറച്ച് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് നടക്കും. അപ്പം ഞങ്ങൾ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അന്നൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇല്ല, ഫ്യൂച്ചർ കാണാനുള്ള കഴിവൊന്നുമല്ല. അത് ഇല്ല, ശരിക്കും അത് ഒരുപാട് നടന്നിട്ടുണ്ട്. 1-2 എക്സ്പീരിയൻസ് അറിയാതെ സംഭവിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഹരി എൻ്റെ അടുത്ത് റീസെന്റ് പറയുന്ന കുറേയൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് മെന്റലിസ്റ്റ് ഒക്കെ കാണിക്കുന്ന മെച്ചുവേർഡ് ആയിട്ടുള്ള അനന്തിനെ മാത്രമേ എടുത്തുള്ളൂ. അതെ, ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു അനന്തുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, മെയ് 25-ാം തീയതി നമ്മുടെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നമ്മുടെ അനന്തു ചേട്ടന്റെ സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോ നടക്കുന്നുണ്ട്. അപ്പൊ ടിക്കറ്റ് കിട്ടാത്തവരെല്ലാവരും ടിക്കറ്റ് എടുത്തോളൂ ഗൈസ്. അപ്പൊ നമ്മൾ എല്ലാവരും അവിടെ കാണാം. അപ്പൊ നമുക്ക് അവിടെ വെച്ച് പൊളിക്കാൻ